എനർജി പ്രാണനെ അറിയുക. പ്രാണനെ അറിയുന്നവനാണ് ലോകം ഭരിക്കുന്നതെന്ന് പറയും. ന്യായവും നീതിയല്ല നടക്കുന്നത്. ആരാണ് എനർജി അക്യുമുലേറ്റ് ചെയ്യുന്നത് അവൻ്റെ ഭാഗത്താണ് ന്യായവും ശരിയും തെറ്റൊക്കെ അവൻ തീരുമാനിക്കും. അപ്പം അത് പ്രപഞ്ച നിയമമാണ്. ഈ പ്രപഞ്ച നിയമത്തിനെതിരെ ആര് പോകുന്നു അവർ സഫർ ചെയ്യുന്ന. പ്രപഞ്ച നിയമം ഇത്രയും വലിയ ഗാലക്സി, കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. അപ്പം ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രം ഇങ്ങനെ വന്ന് നമുക്കറിയാവുന്ന ജീവൻ ഭൂമിയിലാണുള്ളത്. പല ഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാം, നമുക്കറിയത്തില്ല. അപ്പം ഇവിടെ ഇത്രയും ചെറിയ നമ്മൾ അതങ്ങനെയല്ല. ഒരു പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. ഇതിനനുസരിച്ച് പോകുന്നവർക്ക് കുഴപ്പം വരത്തില്ല. ഇതിന് ഓപ്പോസിറ്റ് പോകുന്നവർ സഫർ ചെയ്യും. ഈ ശക്തിയെ ബേസ് ചെയ്തിട്ടാണ് പ്രാണനാണ് ഈ സൃഷ്ടികർമ്മം എല്ലാം ചെയ്യുന്നത്. പ്രപഞ്ചം മുഴുവൻ ആദിപരാശക്തി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനീയനമാണ്. ഒരുപാട് ഗാലക്സികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ പ്രാണനായ ആദിപരാശക്തിയെ ആരറിയണം? ആ ആദിപരാശക്തി എന്ന് പറഞ്ഞ സ്ത്രീ അല്ലത്. അവിടെയാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. സമ്പത്ത് ആദിപരാശക്തിയുടെ ഒരു വേർഷനാണ്. മണി പവർ, പൊളിറ്റിക്കൽ പവർ, ഇത് ആദിപരാശക്തിയുടെ ഒരു വേർഷനാണ്. പറയുന്നത് മനസ്സിലാവുന്നു? നോളജ് പവർ, വിൽ പവർ, നോളജ് പവർ, വർക്കിംഗ് പവർ, ഇതാണ് ആദിപരാശക്തി. അതൊരു വിൽ പവറായിട്ട്, ഒരു ആഗ്രഹമായിട്ട്, ഒരു ഇച്ഛയായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണം. നമ്മളെന്ത് ചെയ്യും? ഗൂഗിൾ അടിച്ച് നോക്കും. ആ ചെയ്യണം എന്നുള്ള ആഗ്രഹം വരും. സൃഷ്ടി തുടങ്ങുന്നത് അങ്ങനെയാണ്. ഗൂഗിൾ അടിച്ച് നോക്കി നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. ഒരു പെര പണിയണം, അല്ലെ എന്തും ആയിക്കോട്ടെ, ഒരു ബിസിനസ് ചെയ്യണം, അല്ലെ എന്തും ആയിക്കോട്ടെ. അപ്പോൾ അത് വിൽ പവറിൽ നിന്ന് നോളജ് പവറിലേക്ക് വരും, അല്ലേ? ഇച്ഛാശക്തിയിൽ നിന്ന് ജ്ഞാനശക്തിയിലേക്ക് വരും. എന്നിട്ട് നമ്മളത് പ്രവർത്തിക്കും. അപ്പം എന്തായി? ക്രിയാശക്തി, വർക്കിംഗ് പവറായി. അങ്ങനെ ആണ് ആദിപരാശക്തിയുടെ സ്ട്രക്ചർ. അത് സ്ത്രീയാണെന്നുള്ള ചിന്ത ആദ്യം എടുത്ത് മാറ്റണം. നമ്മുടെ ബ്രെയിന് കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അല്ലാതെ അത്രയും വലിയ ശക്തി ചെറുതായി കാണാനല്ല. രൂപമുള്ളതൊക്കെ ചെറുതാണ്, രൂപമില്ലാത്തതാണ് വലുത്. ഇലക്ട്രിസിറ്റി കാണാൻ പറ്റുമോ? എന്നാ പവറാ. അൾട്രാ വയലറ്റ് റേസ് കാണാൻ പറ്റുമോ? ഇൻഫ്രാറെഡ് കാണാൻ പറ്റുമോ? പറ്റില്ല. കാണാൻ പറ്റുന്ന ലിമിറ്റഡാണ്. 7 നിറങ്ങളുടെ താപനില അളക്കാൻ സയൻറ്റിസ്റ്റുകൾ തെർമോമീറ്റർ വെച്ചു. 7 നിറങ്ങൾ വീഴുന്നിടത്ത് റെഡ്, ഗ്രീൻ, ഹിബ്ജോ. അതിന് ഇപ്പുറത്ത് ഒരെണ്ണം വെച്ചു സാധാരണ താപനില അളക്കാൻ, നോർമൽ അവസ്ഥ അളക്കാൻ. എന്നെങ്കിലല്ലേ ഇതുമായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. അപ്പുറത്തെ സൈഡിലും വെച്ചു. ഏറ്റവും കൂടുതലും ചൂട് കണ്ടത് റെഡിൻ്റെ ഇപ്പുറത്ത് വെച്ചെടുത്താണ്. അപ്പോൾ അവിടെ എന്തോ വീഴുന്നുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നുണ്ട്. അതിനെ അവർ ഇൻഫ്രാറെഡ് എന്ന് വിളിച്ചു. വയലറ്റിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ വീണതിനെ അൾട്രാ വയലറ്റ് എന്നും വിളിച്ചു. പറഞ്ഞാൽ മനസ്സിലാവുന്നു? അപ്പം ശരിക്കും ഇതെല്ലാം പ്രാണനാണ്. നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം അല്ലാതെ ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും കാണാൻ പറ്റുന്ന മൃഗങ്ങൾക്കും ജീവികൾക്ക് അവർ കാണുന്ന വേറൊരു പ്രപഞ്ചമായിരിക്കില്ലേ? ഇല്ലേ? അപ്പം ഇവിടെ ഊർജത്തിന് അനുകൂലമായി സഞ്ചരിക്കുന്നവരൊക്കെ മുന്നോട്ട് പോകും, പ്രതികൂലമായിട്ട് പോകുന്നവരൊക്കെ സഫർ ചെയ്യാൻ പോകും. അത് പ്രപഞ്ച നിയമമാണ്. പലപ്പോഴും നമ്മൾ മൈൻഡിൽ ചിന്തിക്കുന്ന ആയിരിക്കത്തില്ല ഊർജ നിയമം. സയൻസ് ഇത്രയും ഡെവലപ്പ് ചെയ്തത് ഫിസിക്സ് കൊണ്ടാണ്. ശരിയല്ലേ? ഊർജതന്ത്രമാണ് ഫിസിക്സ്. അതിപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ വന്ന് നിൽക്കുകയാണ്. ഈ ക്വാണ്ടം മെക്കാനിക്സാണ് പണ്ട് ഋഷിമാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവും? ഹിഗ്സ് ബോസോണും കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഊർജതന്ത്രമുള്ളവനാണ്, ഊർജത്തെ അറിയുന്നവനാണ് ലോകം ഭരിക്കുന്നത്. ആറ്റങ്ങളെ മോളിക്കൂളും അതിനകത്ത് ഊർജം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഹിഗ്സ് ഫീൽഡിൽ എങ്ങനെ ഡിസ്റ്റർബൻസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത്, ഇലക്ട്രോണുകൾ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ ഒരു സെക്കൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ശരീരത്തുള്ള ആറ്റത്തിലെ ഇലക്ട്രോൺസ്, പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും വലിയ വേഗത. ഹിഗ്സ് ഫീൽഡ് ഉള്ളതുകൊണ്ട് അതിൽ വന്ന് ഇടിക്കിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇലക്ട്രോണുകളുടെ സ്പീഡ് കുറയുന്നതും ആറ്റത്തിൻ്റെ എല്ലാ സ്പീഡ് കുറയുന്നതും നമ്മളൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മാസ് വരുന്നത്, ആറ്റത്തിന് മാസ് വരുന്നത് ഹിഗ്സ് ഫീൽഡ്, കാണാൻ പറ്റാത്ത ഒരു ഫീൽഡ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. കടലിനടി കഴിയുന്ന മീനിനോട് കടലിനകത്താണ് കഴിയുന്നത്, കടലോ ഞാൻ കാണുന്നില്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹിഗ്സ് ഫീൽഡിലാണ് നിൽക്കുന്നത്. അതിലിരിക്കുന്നതുകൊണ്ടാണ് ഡിസ്റ്റർബൻസ് വരുന്നത്, മാസ് വരുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതങ്ങനെ. അതിനുകൊണ്ടാണ് അതിനെ ദൈവഗണം എന്ന് വിളിച്ചത് സയൻറ്റിസ്റ്റുകൾ. ഗോഡ് പാർട്ടിക്കിൾ, ലാർജ് കൊളൈഡർ എക്സ്പെരിമെൻ്റ് ഒക്കെ പറഞ്ഞിട്ട് അറിയാം. അതുപോലെ അത് അങ്ങോട്ട് പോയാൽ അങ്ങനെ പോകും. അപ്പോൾ ഊർജത്തെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നവനാണല്ലോ ആറ്റം ബോംബും ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷനൊക്കെ വഴി പവറുകളെല്ലാം. ആറ്റം ബോംബ് അത് അമേരിക്കയെ നമ്പർ 1 ശക്തിയാക്കി. ഹിരോഷിമ നാഗസാക്കിയിലുള്ള ആറ്റം ബോംബ് വർഷം കൊണ്ട് പേടിയായി എല്ലാവർക്കും. അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. വേൾഡ് ഹിസ്റ്ററി മുഴുവൻ പവറുള്ളവരുടെ കൂടെ അവർക്ക് അനുകൂലമായിട്ട് പ്രാണൻ സഞ്ചരിച്ചതിൻ്റെ ഗതിവിഗതികളാണ് ലോകത്തുള്ള ഹിസ്റ്ററിയിൽ മുഴുവൻ. അലക്സാണ്ടർ അഥീന എന്ന് പറയുന്ന പാമ്പും മൂങ്ങയും കയ്യിലുള്ള ദേവതയെ വർഷിച്ചിരുന്നു. ഗരുഡനും പാമ്പും ഈജിപ്തിലും നമ്മുടെ ഇതിലും ഒക്കെ ഈ സാധനമുണ്ട്. കുണ്ടലിനി ശക്തിയാണ് പാമ്പ്, സസ്സാരത്തിൽ വിടരുന്ന ഫ്രീഡമാണ് പക്ഷി. അതായി ലാർജ് കൊളൈഡർ എക്സ്പെരിമെന്റിന്റെ ആ തുരങ്കത്തിന്റെ സൈഡിലാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പം ക്വാണ്ടം മെക്കാനിക്സ് മായ എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്ന സംഭവം തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറഞ്ഞ കൺഫ്യൂഷൻ. ഇപ്പോൾ പറഞ്ഞ ഈ പവർ, പണ്ട് മുതലേ പവർ ആരുടെ കയ്യിലുണ്ടോ അവരാണ് ലോകം ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ വാഷ് ഔട്ടായി പോയിട്ട് അടുത്ത പവറുള്ളവൻ വരും. പവർ ബോധത്തോടെ ഉപയോഗിക്കുന്നവനാണ് നിലനിൽക്കുന്നത്. അല്ലാത്തവർ പവർ ഉപയോഗിക്കുന്ന സമയത്ത് ബോധമുണ്ട്, പവർ ആ ബോധം ഇല്ലാതെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ ഫെയിലിയർ ആവുന്നതായിട്ട് കാണാം. അലക്സാണ്ടർ മരിച്ചു പോയില്ലേ? ജപ്പാൻ ഭയങ്കര ശക്തിയായിട്ട് വന്നു, ജപ്പാൻ തകർന്നു. ജർമ്മനി ഭയങ്കര ശക്തിയായിട്ട് വന്നു, അവർ തകർന്നിട്ടാണ് ജപ്പാൻ വന്നത്. ജപ്പാൻ വന്ന് തകർന്നിട്ട് കഴിയുമ്പോൾ അമേരിക്കയായി. നാളെ അമേരിക്ക വിട്ടിത്തരങ്ങൾ ഇപ്പോൾ ട്രംപ് കാണിക്കുന്നതൊക്കെ കാണിച്ചാൽ നാളെ അമേരിക്ക പോയിട്ട് വേറെ ശക്തി വരും. അത് ആരാണോ ബോധപൂർവം ശക്തിയെ നിലനിർത്തുന്നത് അവനാണ് വിജയിക്കുന്നത്. ചിലപ്പോൾ ചില മന്ത്രവാദികളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ കയറി വരും. പിന്നെ കേൾക്കാൻ എൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്തു പീഡന കേസിൽ, അങ്ങനെ ഇങ്ങനെയാണൊക്കെ. കാരണം ഇവരുടെ ബോധം പോയി, ഈഗോ വന്നു. ഈഗോ വരുള്ളൂ. അത് എത്ര രാമരാജ്യങ്ങളായാലും ചക്രവർത്തിമാരായാലും ഒരു സാധകനായാലും അവന് ഈഗോ വരും. ദേവിയുടെ എഫർട്ട് കൊണ്ട് എല്ലാം ചെയ്ത് രക്ഷപ്പെട്ട് വന്നു കഴിയുമ്പോൾ ഈഗോ ഉത്തരവാദിത്വം ഇട്ടെടുക്കും. എൻ്റെ മിടുക്കെന്ന് പറയും. എന്നാൽ നീ അങ്ങോട്ട് അനുഭവിക്കാൻ പറയും. അത്രേ ഉള്ളൂ. ഞാൻ വലിയ മന്ത്രവാദി, ഞാൻ ബാധകളെ മാറ്റുന്നു, അങ്ങനെ ഇങ്ങനെ. ഞാനൊരു ചെറിയ സംഭവമാണെന്ന് തോന്നുന്നു. അവിടെയാണ് നമ്മൾ പോലും അറിയാതെ ബാധ കയറി ഈഗോയിലൂടെ. ബാധയുള്ളവർക്ക് ഈഗോ ഉണ്ടാവും, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബാധയ്ക്കെല്ലാം ഭയങ്കര ഈഗോയാണ്. ബാധയുള്ളവർക്ക് ഭയങ്കര ഈഗോ. ഞാൻ ഭയങ്കര സംഭവം കണ്ടില്ലേ വീഡിയോയ്ക്കകത്തൊക്കെ, ഞാൻ കാണിച്ച വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ? ബാധകളവർ ഭയങ്കര ചത്തുപോയിട്ടാണ്. ആത്മഹത്യയൊക്കെ ചെയ്ത് ചത്തുപോയി, ജീവിതത്തിൽ പരാജയപ്പെട്ട് ചത്തുപോയവനാണ്
വല്ലവരുടെ ഉള്ളിൽ കയറി ഞാൻ ഇവനെ അങ്ങനെ ചെയ്ത്, ഞാനിവനെ ഇങ്ങനെ ചെയ്ത്. അവന് ജീവിതത്തിൽ ഫെയിലിയർ ആകാനായി വന്നിട്ട് ആന പഠിക്കുന്നത്. ഞാനത് പച്ചക്ക് ചോദിക്കും, നീ ആത്മഹത്യ ചെയ്തിട്ട് നീ വന്നിട്ടല്ലേ ഇവന്റെ മേലെ കയറിയിട്ട് ഈ അഭ്യാസം കാണിക്കുന്നത്? നീ ഫെയിലിയറാ ജീവിതത്തിലെ, എന്നിപ്പോ എന്തോ ഇത്ര ജാട കാണിക്കാൻ എന്ന് ചോദിക്കും. മനസ്സിലാവുന്നുണ്ട്. ദിവസവും ഇത് നിങ്ങളുമായിട്ട് മിക്കവാറും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞെന്നുള്ളത്. അപ്പോൾ ഈഗോ ഉള്ളവരാണ് ബാധ പിടിക്കുന്നത്. ഈഗോ ഇല്ലെങ്കിൽ ബാധയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ല. ഗ്രൗണ്ട് വെർത്തായിട്ട് നിന്ന് നമ്മുടെ ഉള്ളിൽ. പുറത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരു വ്യക്തിത്വം കാണിക്കേണ്ടി വരും, ഇല്ല ആൾക്ക് മനസ്സിലാവത്തില്ല നമ്മളെന്തോ പറയേണ്ടത്. കാരണം വെളിയിൽ നമ്മൾ യഥാർത്ഥ പിക്ചറിൽ നിന്ന് ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നങ്ങ് വിചാരിക്കും ആൾക്കാർ. അവർക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടൊക്കെ സംസാരിക്കും. പക്ഷെ അത് ഉള്ളിൽ നമ്മൾ അങ്ങനെയൊന്നുമല്ല. ഉള്ളിൽ നമ്മൾ സീറോയിൽ ഇരുന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് സീറോയിലായില്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇത് കയറി പിടിക്കും. അത് ഞാൻ ദൈവയെ ഉപാസിക്കുന്നത്. ദൈവയെ ഉപാസിക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നു. ദൈവ ഓർമ്മ ഉണ്ടെങ്കിൽ, ഈ ഓർമ്മ ഇല്ല എന്നുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം, എപ്പോഴും ദേവതയെ ഓർമ്മ വരുന്നില്ല എന്നുള്ളതാണ്. ഈഗോ വരുന്നത് ദൈവം, ഈഗോ വരുന്ന നമുക്ക് അറിയത്തില്ലല്ലോ. അവിടെ അല്ലേ പ്രശ്നം. ഈഗോ വരുന്ന സമയത്ത് അത് ഓർത്താൽ മതി. പക്ഷെ അങ്ങനല്ല അത് വരുന്നത്. ഇത് വളരെ സൂക്ഷ്മമായിട്ടാണ് ഈഗോ വരുന്നത്. തോന്നലുകളായിട്ടാണ് വരുന്നത്. നിങ്ങളെങ്ങനെ അറിയും? ഇതിങ്ങനെയാണ്, മറ്റേതിങ്ങനെയാണ്. സൂക്ഷ്മാവസ്ഥയിലോട്ട് പോകണം, എന്നാലേ ഞാൻ പറഞ്ഞ് മനസ്സിലാവും. സ്ഥൂലാവസ്ഥ ചിലപ്പം പിടികിട്ടത്തില്ല. ഈഗോ എന്താണെന്ന് ഞാൻ ഈ പറയുന്നു. ഇതിങ്ങനെയാണ്, അതിങ്ങനെയാണെന്ന് തോന്നി അത് ഈഗോയാണ്. അറിയാം? ഇതിങ്ങനെയാണ്, അതിങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ്, ഇതിങ്ങനെയാണെന്നുള്ള കൺഫർമേഷൻ പറയുന്നത് ഈഗോയാണ്. മൈൻഡ് കൺഫേം ചെയ്യുന്നത് ഇതിങ്ങനെ ആയിരിക്കാം, അതിങ്ങനെ ആയിരിക്കാം എന്ന് പറയുമ്പോൾ അവിടെ ഒരു എംപ്റ്റിനെസ് ഉണ്ട്, ഒരു സീറോ ഉണ്ട്. കൺഫർമേഷനുകളിലൂടെയാണ് ഈഗോ കയറി വരുന്നത്. അതിലൂടെയാണ് ബാധകളും വരുന്നത്. അത് ധ്യാനത്തിൽ കൂടെ എളുപ്പം മനസ്സിലാവും. ധ്യാനമില്ലാതെയുള്ള ശ്രീവിദ്യാ പദ്ധതികൾ പരാജയപ്പെട്ടേക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം പഞ്ചാക്ഷരി അത്രയൊന്നും ജപിച്ച് വരാൻ പലപ്പോഴും പഞ്ചാക്ഷരി പണ്ട് ശ്രീവിദ്യ ഉപാസകൻ ആദ്യം പഞ്ചാക്ഷരി ജപിച്ച് സിദ്ധി വരുത്തണം. എത്ര ജപിക്കണം? പോരാ, 25 ലക്ഷം ജപിക്കണം. 5 × 5, ഒരെണ്ണം 5 ലക്ഷം വെച്ച് ജപിക്കണം. എന്നിട്ട് ബേസിക് സംഭവം തുടങ്ങത്ത് പോലും എന്നതിനൊന്നും സമയമില്ല. അതിന് പകരം ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് മെഡിറ്റേഷൻസ് ചെയ്യാൻ. ഈ മെഡിറ്റേഷൻസ് വെച്ചേക്കുന്നത്, ഈ മെഡിറ്റേഷൻസ് നമ്മുടെ പദ്ധതി നമ്മൾ കൊടുക്കുന്നത് ഇത് സ്കിപ്പ് ചെയ്യാണ്. എന്നാൽ പഞ്ചാക്ഷരം ഇത്രയും ലക്ഷം ജപിച്ചിട്ട് ബാക്കി തുടങ്ങാൻ സമയമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ബാല എത്തുമ്പോഴത്തേക്ക് മരിച്ചു പോകും ചിലപ്പോൾ ആൾക്കാർ. ആ പണ്ടത്തെ രീതിയിലാണ്. പണ്ട് വേറെ പണിയൊന്നുമില്ല. വൈകിട്ടും രാവിലെ മൊബൈലും ടി വി ഇല്ല, അല്ലെങ്കിൽ തിരക്കില്ല. ഇവിടുന്ന് നടന്നു പോകാൻ പറ്റുന്ന ഏരിയയാണ് എൻ്റെ വർക്കിംഗ് ഏരിയ. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് എറണാകുളത്ത് നിന്ന് ലഞ്ച്, വൈകിട്ട് കോഴിക്കോട് നിന്ന് ഡിന്നർ, അല്ലെങ്കിൽ കണ്ണൂരിൽ പോയി. ഇതാണ് അവസ്ഥ. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് 50 വർഷം മുമ്പുള്ള അവസ്ഥയല്ല ഇന്നിപ്പോൾ. ഇതിനനുസരിച്ച് പോയില്ലെങ്കിൽ ഭയങ്കര ലേറ്റാവും. അപ്പോൾ അവിടെ ഇത് സ്കിപ്പ് ചെയ്യുന്നത് മെഡിറ്റേഷൻസും ഉണ്ട്. നമ്മൾ ഈ പ്രശ്നം എനർജി ഓവറായിട്ട് കുണ്ടലിൽ റൈസ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ വരാതിരിക്കുന്നത് സ്കിപ്പ് ചെയ്യുന്നത് മെഡിറ്റേഷൻ കൊണ്ട്. ശിവബോധം ആക്റ്റീവ് ആക്കാനാണ് മെഡിറ്റേഷൻസ്. പഞ്ചകോശത്തി സാധന നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അന്നമയം, മനോമയം, പ്രാണമയം, വിജ്ഞാനമയം, ആനന്ദമയം. ആ വിജ്ഞാനമയ കോശം ഉണർത്തുന്ന ധ്യാനങ്ങൾ കൊണ്ടാണ്, മെഡിറ്റേഷൻ കൊണ്ടാണ്. ആ വിജ്ഞാനമയ കോശം ഉണർത്താനാണ് ശിവബോധം വേണമെന്ന് പറയുന്നത്. ശിവൻ ബോധമാണ്, ശക്തി എനർജിയാണ്. ആ ശിവബോധം ആക്ടിയിട്ട് വേണം ശക്തിയെ ആരാധിക്കാൻ. അപ്പോൾ ശിവബോധത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ശക്തിയുടെ രൂപം വരുന്ന അങ്ങനെയാണ്. ശിവൻ്റെ മേലെ ദേവി ഇരിക്കുന്നതായിട്ട്. ഇതൊക്കെ ചുമ്മാ പിക്ചറുകളോ അല്ല, തിയറി, വെറും തിയറി അല്ല, പ്രാക്ടിക്കലായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ കുണ്ടലിനെ ശക്തി റൈസ് ചെയ്തിട്ട് അസുരന്മാരുടെ തലയിലേക്ക് പോകുമ്പോൾ ബൈപ്പോളർ ഡിസോർഡർ അടിക്കും.
ബൈപ്പോളർ മാനിക് ഡിപ്രഷൻ. അതാണ് മറ്റേ കക്ഷിയുടെ കാര്യം പറഞ്ഞത്. കുണ്ടലിനെ റൈസ് ചെയ്തിട്ട് മൈൻഡിലോട്ട് കയറിയിട്ട് ഉണ്ടാകുന്ന വിഷയമാണ്. കൊച്ചിലെ ശരീരത്ത് ദേവത വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ? പ്രശ്നങ്ങളൊക്കെ മാറ്റി 9 വയസ്സിലും കണ്ടോ കുണ്ടലിനെ ആക്റ്റീവായി. അതിൻ്റെ ഫലമായിട്ടാണ് പ്രശ്നം വരുന്നത്. അത് നമുക്ക് മരുന്നും മന്ത്രവും കൊണ്ട് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള മെഡിസിൻ എടുത്തുകൊണ്ട്, സൈക്കാട്രി മെഡിസിൻ എടുത്തുകൊണ്ട്, മെഡിറ്റേഷൻ കൊടുത്ത്, ഉപാസന കുറച്ച്, ജപം കുറച്ച്. സാധാരണ ജപം കൂട്ടാൻ പറയുക ആളുകൾ. ഇങ്ങനെയുള്ളവർ ജപിച്ചാൽ കൂടുതൽ പ്രശ്നമാകും. കൂടുതൽ കുണ്ടലിനെ ആക്റ്റീവ് ആകും. മൈൻഡ് സ്റ്റോപ്പ് ആവാതെ കുണ്ടലിന് റൈസ് ചെയ്യാൻ പാടില്ല. മൈൻഡ് വർക്ക് ചെയ്യുന്ന ഒരാളിൽ കുണ്ടലിന് നേരിട്ട് പോകുന്നത് മൈൻഡിലേക്കാണ്, സുഷുമ്നെ കൂടെ അല്ല. ഇടപിംഗളപാത്തിലാണ്. ഇടപിംഗളപാത്തിലാണ് ബാധ പിടിക്കുന്നത്. സുഷുമ്ന മാർഗത്തിൽ ബാധയില്ല, അനങ്ങത്തില്ല. ഇടപിംഗളപാത്തിൽ അനക്കമുണ്ടാവും, തുള്ളുമാണ്. ആ ഇടപിംഗളപാത്തിൽ തന്നെ ദേവിയിലേക്ക് കണക്ട് ചെയ്യണം. ദേവിയിലേക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ അതിന് സുഷുമ്നെ കൂടെ സഹസ്രാരത്തിലോട്ട് വിടും. അതൊക്കെ ഒരു പ്രോസസ്സാണ്, ഒറ്റയടിക്ക് പറ്റുന്നതല്ല. അങ്ങനെ സുഷുമ്നെ കൂടെ വിട്ടാൽ ലക്ഷ്മി ദേവി വരും, പാരിജാതം വരും, ആഗ്രഹിക്കുന്ന ഇഷ്ടം കിട്ടുന്ന അപ്പം കിട്ടുന്ന കൽപ്പതാരം എന്ന് പറഞ്ഞ വൃക്ഷം വരും. ലക്ഷ്മി ദേവി പൈസ കിട്ടും, രക്ഷപ്പെടും, സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടാവും, അമൃത് വരെ കിട്ടും, യോഗാമൃത്. ആണ് പാലാഴി മതം. ദേവന്മാരുടെ അടുത്തോട്ട് വിടണം കുണ്ടലിനെ. ഇല്ലെങ്കിൽ അസുരന്മാരുടെ അവിടെ പോയി കാള കൂടെ വിഷമായിട്ടാണ് അനുഭവമായിരുന്നു. അവിടെ ഈ മെഡിറ്റേഷൻ കൊണ്ട്, ശിവബോധം കൊണ്ട് വേണം ശക്തി ഉപാസന കറക്റ്റ് ചെയ്തിട്ട്. ശിവൻ വിഷമെടുത്ത് കുടിച്ചു, ദേവി ഇവിടെ കയറി പിടിച്ചു, നീലകണ്ഠനായി എന്ന് പറഞ്ഞതാണ്. ആ ശിവബോധം മെഡിറ്റേഷൻസ് കൊടുത്ത് കറക്റ്റ് ചെയ്ത് മേപ്പോട്ട് ചെയ്ത് കൊണ്ടുവരണം. സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ടില്ല സാധകന് വരുന്നതിൻ്റെ. അല്ലാതൊക്കെ എന്തോന്ന് വിചാരിച്ചാൽ ചുമ്മാ കുറേ കഥ ഉണ്ടാക്കി വെക്കുക, ഋഷിമാർക്ക് വട്ടാണ്. അത് കൃത്യമായി ചെയ്ത് വിജയിപ്പിക്കണം, എന്നാലേ ഒരു സാധകൻ രക്ഷപ്പെടുത്തും. അവിടെ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ സൈക്കാട്രി മെഡിസിൻ എടുത്തുകൊണ്ട് മെഡിറ്റേഷൻ കറക്റ്റ് ചെയ്തു, ശാന്തത കൊണ്ടുവന്നു, പതുക്കെ കുറച്ച് കൊണ്ടുവന്നു മരുന്ന് നിർത്തണം. നമ്മുടെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാനേ ഉള്ളൂ. ജീവിതകാലം മൊത്തം മരുന്ന് കഴിക്കേണ്ടി വരും, വലിയ പാടാണ്. ഇത് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ട് ഈ മെഡിറ്റേഷൻ ചെയ്ത് മരുന്ന് കുറച്ച് കൊണ്ടുവന്ന് നിർത്തണം. ഇല്ലെങ്കിൽ അത് ഒറ്റയടിക്ക് പറ്റത്തില്ലെന്ന് ആദ്യമേ, അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ആദ്യമേ പറയും. ഒറ്റയടിക്ക് ഇത് പറ്റത്തില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, കുറച്ച് കറക്റ്റ് ചെയ്തെടുക്കണം. അതാ എയറിലേക്ക് കുണ്ടലിങ് വേക്കനിങ് പാടില്ലെന്ന് പറയുന്നത്. മന്ത്രമൊക്കെ നെറ്റിനകത്ത് ഓരോ വൃത്തികെട്ട ആൾക്കാർ ഇങ്ങനെ അങ്ങ് ഇടുക. എന്നിട്ട് ഇതൊക്കെ പാവപ്പെട്ട ആളുകൾ ജപിച്ച് വട്ടാവ് ഇട്ടുകൊണ്ട് വരാറുണ്ട്. ഗുരു ഉണ്ടെങ്കിൽ ഇപ്പം ജപിക്കാനാണ് പോകുന്നെങ്കിൽ ഗുരു ഉണ്ടെങ്കിൽ ഗുരു വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ഗുരുവിനെ പൈസ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉപാസനയില്ല. ഇയാളുടെ കർമ്മഫലങ്ങൾ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ശരിക്കും ഇപ്പം നമ്മളൊരു 10 പേർക്ക് ദീക്ഷ കൊടുത്താൽ 10 അനുഭവമായിട്ടുണ്ടാവും. ഒറ്റയടിക്ക് കണക്ഷൻ കിട്ടുന്നവരുണ്ട് ദേവതയുടെ. അവർ വലിയൊരു ഡെവലപ്മെൻറ്റിലേക്ക് ഒറ്റയടിക്ക് വരുന്നവരുണ്ട്. 41ാമത്തെ ദിവസം കുണ്ടലിനി സഹസ്രാരത്തിൽ വന്നവരുണ്ട്. ഞാൻ ഇന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ 41ാം ദിവസത്തിനുള്ളിൽ കുണ്ടലിനി സഹസ്രാരത്തിൽ വന്നു. ബാധ മാറ്റിയിട്ട് ദീക്ഷ കൊടുത്തു. ബാധ വരുന്നത് ഈ കുണ്ടലിനി എനർജി ആക്റ്റീവ് ആയവരുണ്ട്. ആ എനർജി എടുക്കാനാണ് വരുന്നത്. ദേവന്മാരും അസുരന്മാരും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുണ്ടലിനി എടുക്കാനാണ് മനുഷ്യൻ്റെ മത്സരം. അതാണ് ആരാണ് ഈ കുണ്ടലിനി എടുക്കുന്നത്. ആ ബാധകൾ മനസ്സിലാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ശരിക്കും അതാണ് ഞാൻ പറഞ്ഞത്, പവർ ആളുടെ കൂടാണ് അവരാണ് വിജയിക്കുന്നതെന്ന് പറഞ്ഞത്. അവിടെ മനുഷ്യന് വലിയ റോളില്ലെന്ന് പറഞ്ഞാൽ പലപ്പോഴും മനസ്സിലാവുന്നുണ്ട്. അവിടെ പവർ അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരാൾ വിചാരിച്ച പവർ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. അതാ അവിടുത്തെ രസം. മറ്റുള്ള പവർ ഒരു 1000 പേര് വേണം. പക്ഷെ ഇവിടെ ഒരാൾക്ക് ഇപ്പം അമൃതാന്തമയി എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഒറ്റ ഒരാൾക്ക് എത്രമാത്രം പവർ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇത്ര ആളുകൾ വരുന്നത്. അല്ലാതെ അവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ലേ ഉള്ളൂ. മനസ്സിലാവണം. അങ്ങനെയും പവറുണ്ട്. പക്ഷെ ഇതിപ്പോ ഒരുപാട് പേര്
കുടിച്ചോണ്ട് പോകുന്നില്ല. കുറച്ച് ആൾക്കാർ ഞാൻ അത് പരസ്യം ചെയ്യാത്ത പിന്നെ എനിക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണം. അല്ല ഇവിടെ വന്നിരിക്കുമ്പോൾ കുറച്ച് ജപമൊക്കെ ഉള്ളവർക്ക് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും. ആ ഒരു എനർജിയുടെ ഒരു വ്യത്യാസം മനസ്സിലാവും ഈ മണ്ണിലേക്ക് കയറുമ്പോൾ. ഇത് തന്നെ അമ്മയുടെ അടുത്ത് നിന്നാൽ അവിടെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഇത് പാലം ചെയ്യാൻ വേണ്ടിയിരിക്കും. അപ്പോൾ സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കും. നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ എനിക്ക് അതിനേക്കാളും കൂടുതൽ അത് നമ്മൾ നിയോഗം ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളാണ്. അപ്പോൾ ഞാനിതൊരു റിസർച്ച് രീതിയിൽ പഠിച്ച് ഞാനത് PhD ചെയ്തുകൊണ്ടിരിക്കുന്നു. റിസർച്ച് ചെയ്ത് പഠിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അടുത്ത ജനറേഷൻ കൊടുത്തിട്ട് പോകാനാണ് എൻ്റെ ഉദ്ദേശം. എനിക്ക് വേറെ ഒരുപാട് ഹീൽ ചെയ്ത് ആളുകൾ നന്നാക്കാൻ ഉദ്ദേശമില്ല. കാരണം അത് നല്ലതാണ്. കാരണം അത് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അത് മോശമാണെന്നല്ല. അത് ചെയ്യാനും ആളുടെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് സ്വാമിമാരുണ്ട്, സന്യാസിമാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ആധുനിക ലോകത്തിൽ അടുത്ത ജനറേഷൻ ശരിക്കും ഗുണം കൂടുതൽ വരും. നമ്മൾ സയൻറ്റിഫിക് രീതിയിലേക്ക് ക്വാണ്ടം മെക്കാനിസം ഒക്കെ കൊണ്ട് ഇതിനെ ഒരു മനസ്സിലാവുന്ന രീതിയിൽ അടുത്ത ജനറേഷൻ ഇതൊരു കീറാമുട്ടിയായിട്ടിരിക്കാതെ എന്താണ് ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കി ജ്ഞാനം കൊടുത്തു കഴിഞ്ഞാൽ ഈ ജ്ഞാനമാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളെ ഹീൽ ചെയ്തു, നിങ്ങൾക്കൊരു സുഖം കിട്ടി, നാളെ പിന്നെയും വരും. ഇവിടെ വന്ന് ഹീൽ ചെയ്ത് പോയ സുഖമല്ലേ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നില്ല അവിടെ, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അതല്ലേ എളുപ്പം എന്ന് തോന്നും. പക്ഷെ അത് നമ്മൾ ആത്മാവിനെ ഫ്രീ ആക്കത്തില്ല. ഒരു റിയൽ മാത്തമാറ്റിക്സും നല്ലൊരു മാത്തമാറ്റീഷ്യനെ ഉണ്ടാക്കണം. ഒരു റിയൽ ഫിസിസ്റ്റ് നല്ലൊരു ഫിസിസ്റ്റിനെ ഉണ്ടാക്കണം. ഒരു നല്ല കെമിസ്റ്റ് നല്ലൊരു കെമിസ്റ്റിനെ ഉണ്ടാക്കണം. നല്ലൊരു യോഗി മറ്റൊരു യോഗി ഉണ്ടാക്കണം. പക്ഷേ ഇവിടെ പലപ്പോഴും നല്ലൊരു യോഗി ഒരുപാട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പണ്ട് അങ്ങനല്ലായിരുന്നു. പണ്ട് ഗുരുകുല സമ്പ്രദായത്തിലൂടെ ഗുരുക്കന്മാരെ ഇപ്പോൾ ഉപനിഷത്തിലെ ഒരു ഋഷി ഗൗതമൻ സത്യകാമനെ പഠിപ്പിച്ചു വിട്ടു. സത്യകാമൻ കാട്ടിൽ പോയി പശുക്കളുമായിട്ട് പോയ കഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അല്ലേ അറിയാവോ? 400 പശുക്കളുമായിട്ട് ബ്രഹ്മജ്ഞാനം വേണമെന്ന് പശുക്കളെ കൊടുത്താൽ 400 പശുവായിട്ട് കാട്ടിൽ പോയി. അപ്പോൾ അവിടെ നടന്ന് തിരിച്ച് പശു 1000 ആകുമ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞു. 1000 ആയപ്പോൾ പശു സംസാരിച്ചു തുടങ്ങി. അല്ലയോ സത്യകാമ, ഞങ്ങൾ 1000 അങ്ങനെ ആ പ്രപഞ്ചം, പക്ഷി, മരങ്ങൾ ഒക്കെ അവന് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ചു. കാരണം അവന് ആ അവസ്ഥയിലെത്തി എന്നുള്ള മനുഷ്യൻ്റെ മാനസിക ലോകത്തുനിന്ന് രക്ഷപ്പെട്ടു, ഭാഷയുടെ ലോകത്തുനിന്ന്. അപ്പം 5 സെൻസറി എക്സ്പീരിയൻസ് ആക്റ്റീവ് ആയപ്പോൾ കുണ്ടലിനി സുഷുമ്നയെക്കുറിച്ച് അസ്ട്രാലിറ്റി വന്നു എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് സംഭവം. എനിവേ അവന് ബ്രഹ്മജ്ഞാനം കിട്ടും. തിരിച്ചു വന്നിട്ട് ഈ സത്യകാമ ഋഷിയാണ് അടുത്തുള്ള ഉപനിഷത്തുകൾ ഉപദേശിക്കുന്നത്. നമുക്കപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഫോളോവേഴ്സിന് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. കള്ളന്മാർ പോലും എത്ര ഫോളോവേഴ്സിന് ഉണ്ടാക്കും. അപ്പോൾ ജെന്യുവനായിട്ട് പോയി കഴിഞ്ഞാൽ ഫോളോവേഴ്സിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. 1000കണക്കിന് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം, അടിമകളെ ഉണ്ടാക്കാം. നമ്മളത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ചായാലും നമ്മളെ കൊണ്ടുവെക്കുന്ന കുറച്ച് നമ്മുടെ കൂട്ടുള്ള കുറേ പേരെ സൃഷ്ടിക്കാനാണ് നമ്മൾ പോകുന്നതിന് ശ്രമിക്കുന്നത്. ഇത് മികച്ചതാണ്, മറ്റതൊക്കെ മോശമാണെന്ന് ഞാൻ പറയത്തില്ല. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എൻ്റെ നിയോഗം ഇതാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഹീലിംഗ് ചെയ്യുന്നവരൊക്കെ മോശക്കാരാണെന്നല്ല ഈ പറയുന്നത്. അങ്ങനെ എടുക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അവർ വലിയ ആളുകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം അവിടെ നമ്മുടെ റോൾ ഇതാണ്. അത്ര അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മുടെ ചോദ്യം. ആ നിയോഗം മനസ്സിലാവുമ്പോഴാണ് പിന്നെ നമുക്ക് സംശയങ്ങൾ പോകുന്നത്. എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് അതുവരെ സംശയമായിരിക്കും. അത് ചെയ്യണം, ആ ജോലി ചെയ്യണം, ഈ ജോലി ചെയ്യണം, ആ കോഴ്സ് പഠിക്കണം, ഈ കോഴ്സ് പഠിക്കണം. ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലുള്ള ആൾക്കാരെ പറയുകയായിരിക്കും നമ്മൾ നിയോഗം ഇതാണ്, ഒരു ഉദ്യോഗം കാരണം അല്ലെങ്കിൽ നന്മകൾ കാരണം. അതുകൊണ്ട് വാഗ്വതി വായിച്ചല്ലേ? പൂർണ്ണമാക്കില്ല, ഞാൻ ഓൾമോസ്റ്റ് വായിച്ചു. അപ്പം അതിനകത്ത് ഈ സംഭവം പറയുന്നുണ്ട് ഇൻഡയറക്റ്റ്ലി. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നല്ല ഗുരുക്കന്മാരില്ല. അത് ഒരു പ്രശ്നം. എന്ന് പറഞ്ഞാൽ കുറേ അടിമകളുണ്ടാവാം. ഈ അടിമകളാണ് അടുത്ത് ഗുരുവായിട്ട് വരുന്നത്. അങ്ങനെ പറ്റില്ല. അല്ല, അതിനകത്ത് പ്രായോഗികത നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള. ഇപ്പം നിങ്ങൾക്ക് നവാവരണ പൂജ വരെ പഠിക്കാൻ എളുപ്പം.
എന്നിട്ട് പൂർണ്ണ ദിശയാവാം. പക്ഷെ നിങ്ങൾ പ്രാക്ടിക്കൽ കാര്യമൊന്നും അറിയത്തില്ലെങ്കിലും ഞാനീ പറഞ്ഞ കുണ്ടലിനി അനുഭവങ്ങളോ ഈ അനുഭവങ്ങളുടെ ലോകത്ത് നിങ്ങൾക്ക് വലിയ അറിവില്ലെങ്കിൽ നിങ്ങൾ ഈ സങ്കേതങ്ങൾ പഠിപ്പിച്ച് പോകും. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാവുന്ന പൂജ പഠിപ്പിക്കുന്നു, നിങ്ങൾ മറ്റു കാര്യങ്ങളുണ്ട്, സൗന്ദര്യലഹരി പറയുന്നു, ലഹസ്രം പറയുന്നു, ഇതൊക്കെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ പറഞ്ഞു ഒക്കെ കൊടുത്തു. ഇതൊക്കെ പഠിച്ച ഒരു സ്കോളറിനെയാണ് നിങ്ങൾ പിന്നെ സൃഷ്ടിക്കുന്നുണ്ട്. നിങ്ങൾ ദീക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്നല്ലേ പഠിപ്പിക്കാൻ പറ്റും. യു വിൽ ജനറേറ്റ് ബിൽഡ് എ സ്കോളർ. ഒരു ഭയങ്കര ജ്ഞാനി ഉണ്ടാക്കും ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചു. ഇപ്പം അലമാരിക്കകത്ത് എല്ലാ പുസ്തകങ്ങളും ഉണ്ട്, അലമാരിക്ക് ഒരു വിവരമില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നത് എന്ന് പറയുന്ന കൂട്ട് ഭയങ്കര അറിവായിരിക്കും. ഈ സംസ്കൃത ശ്ലോകമൊക്കെ കാണാപ്പെടാവല്ലേ എന്ത് ചോദിച്ചാലും പറയും. പക്ഷേ ഇതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കീക്കോർ പ്രായോഗികമായിട്ടുള്ള സംഗതികളുമായിട്ടുള്ള കണക്ഷൻ കുറവായിരിക്കും. അപ്പൊ അവർക്ക് സത്യത്തിൽ അവർ പെട്ടിരിക്കുന്നവരാണ്. കഷ്ടമാണ്. അല്ല, അവർക്കും പല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യും. അതിലുപരി പിന്നെ ദേവിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല. അത് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് ഞാൻ പറയും. എല്ലാവരും പെർഫെക്റ്റ് അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുക്കന്മാരും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ല, ഇത് നിലനിൽക്കൂല. എല്ലാവരും കുണ്ടലിനി സംസാരത്തിൽ വന്നവരെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര പേർക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നിലനിൽക്കത്തില്ല. ഇതെല്ലാം ആവശ്യമുണ്ട്. ഞാൻ പറയുന്നത് ഒരു കാര്യം ഒരിടത്തുനിന്ന് പഠിക്കുന്നു അന്ന് മാത്രമേ പഠിക്കാവൂ എന്നുള്ള നിർബന്ധം പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം ഇവിടെ വന്നൊരു ചോദിക്കും, ഞാൻ ഇന്നൊരു കോഴ്സ് നടത്തുന്നു, രാമാനന്ദ ഒരു കോഴ്സ് നടത്തുന്നു, തന്ത്രത്തിൻ്റെ ഒരു ക്ലാസ്, ഞാൻ പൊക്കോ സന്തോഷം. അത്രയും അറിവ് എവിടുന്നാണ് അവർക്ക് കിട്ടുന്നത്? പൊക്കോ. പിന്നെ ഈ പഠിച്ചതൊന്ന് കൺഫേം ചെയ്തേക്കണം, ഞാനിങ്ങനെ പഠിച്ചിട്ടുണ്ട്. കാരണം ഈ വിഡ്ഢിത്തരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യണം. അല്ല, കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ എവിടെ പോയാലും നിങ്ങൾ ഇതൊന്ന് കൺഫേം ചെയ്യണം എന്ന് പറയും. അവർ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അത് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, അത് മതി, അത് ഫോളോ ചെയ്ത് അതും കൂടെ ചേർത്തോ കുഴപ്പമില്ല. ഇന്ന ദേവതയെ കൂടിനകത്ത് അവരവിടെ നിന്ന് പഠിപ്പിച്ച് ചേർത്തോ കുഴപ്പമില്ല. മറ്റേ അത് വേണ്ട, അത് നമ്മൾ ഈ പ്രാക്ടിക്കലി അലൈൻ ചെയ്യാൻ പറ്റും. അവിടെയാണ് ഈ പ്രാക്ടിക്കൽ സംഭവം വരുന്നത്. ആ ദേവത വേണ്ട, പറയത്തില്ലേ മോളെ നമുക്ക് ഈ ബന്ധം വേണ്ട മോളെ എന്ന് പറയുന്നോട്ട് ആ ദേവത വേണ്ട, അത് ശരിയാവത്തില്ല, അത് നിങ്ങൾക്ക് പണിയാവും. മറ്റേതോ അത് ചെയ്തു, ഭുവനേശ്വരി അത് കുഴപ്പമില്ല, അത് ചെയ്തു. മറ്റേതോ അത് വേണ്ട, അത് നിങ്ങളുടെ ചക്രത്തിന് ഇംബാലൻസ് ഉണ്ടാക്കും, കുണ്ടലിനി വഴിതെറ്റാൻ കാരണമാവും. ഇതിങ്ങനെ അറിയാമെങ്കിൽ മാത്രമേ ധൈര്യം ഉണ്ടാവത്തുള്ളൂ പോയി പഠിച്ചോളാൻ പറയാൻ. നമ്മളിലേക്ക് വരുന്ന ഏത് സംശയങ്ങളും കൃത്യമായി പ്രാക്ടിക്കലി കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിന് പറയാൻ പറ്റും. അല്ലാത്തവരെന്ത് പറയും? ഞാനാണ് എൻ്റെ ഗുരു, ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ, ഏക ഗുരു നിസ്സംശയമാണ്. കുളാർണവ തന്ത്രത്തിലെ പരശുരാമ കൽപ്പസൂത്രത്തിൽ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കാശ്മീരി സിദ്ധാന്തമൊക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്ത അഭിനവ് ഗുപ്ത ആചാര്യൻ 20 പേരുടെ അടുക്കാൻ ദീക്ഷ എടുത്തിട്ടാണ് ഇതെല്ലാം ഉണ്ട്. അറിവുകൾക്ക് ആരാണ് പരിധി വെക്കുന്നത്? എന്തിനാണ് പരിധി വെക്കുന്നത്? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം ഒരു സാറ് പഠിപ്പിക്കുന്നു പറഞ്ഞാൽ നടക്കുമോ? മനുഷ്യത്തിലൊക്കെ കാണാം, ജനകന്റെ അടുത്തോട്ട് പറഞ്ഞു വിടുന്നു, അല്ലെങ്കിൽ ബുദ്ധാലയം സേതകേതുവിന്റെ കഥ അത് കൂടുതൽ അറിവുള്ള ആളുകളുടെ അടുക്കലോട്ട് പറഞ്ഞു വിടുന്നത് കാണാം. യേശുവിന് എല്ലാം അറിയാവുന്നു, സൈക്കിളിന്റെ ടയർ പഞ്ചർ ഒട്ടിക്കാൻ അറിഞ്ഞോണമെന്നില്ല. അത് അവനെ അറിയാവൂ. എല്ലാ അറിവും ഉണ്ടാകുക സാധ്യമല്ല. ഇത്രയും ഗാലക്സികളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ സംഭവം കഴിഞ്ഞില്ലേ? ഈ പല ഗുരുക്കന്മാരും പറഞ്ഞിരിക്കുന്നത് ഈ സയൻസ് ഇത്ര ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യം. അവർ ഡൈനോസറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ പറയാത്തത്? സയൻസ് ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമുക്ക് കണക്ട് ചെയ്തൊക്കെ നമ്മൾ ഓരോന്ന് പറയാമെന്നുള്ളേ ഉള്ളൂ. പക്ഷെ
ക്ലിയർ ആയിട്ട് ഇതുപോലെ പറഞ്ഞിട്ടില്ല. എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ ആ ആ അതെ, അതെന്താ പറയാത്തത്? പുരാണത്തിലൊക്കെ ഡൈനോസറിനെ കുറിച്ച് പറയാത്തത്? പുരാണത്തിലുള്ള ജനങ്ങളെ പറ്റിയും അവരുടെ പൊക്കവും അവരുടെ വണ്ണവും അവരുടെ ഈ കളിക്കളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഡൈനോസറിനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഇത്രയും വലിയ ജൈന്റ് ടീറെക്സ് പറഞ്ഞിട്ടില്ല. അറിയാൻ വയ്യ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അറിയാൻ പറ്റത്തില്ല എന്നുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. നമുക്കെല്ലാം പഠിക്കാനും അറിയാനും ഈ ലോകത്ത് പറ്റില്ല എന്നുള്ള അറിവ് അത് വിടുമ്പോഴാണ് നമ്മൾ ഈഗോ ഇല്ലാതാവുന്നത്, നമ്മൾ സീറോയിൽ വരുന്നത്. അപ്പോൾ ഈശ്വരീയം നമ്മളിലേക്ക് വരും, നമുക്കെല്ലാം അറിയാൻ പറ്റും. പക്ഷെ ആ എല്ലാത്തിൻ്റെ ആകെത്തുകയാണ് ഈ മനസ്സിലാവും. ഈ പ്രപഞ്ചം തന്നെ ഒരു സങ്കല്പമാണെന്ന് തിരിച്ചറിയുമ്പോൾ, ഇരുട്ട് മാറുമ്പോൾ നിഴൽ മാറും, വെട്ടം വരുമ്പോൾ. അപ്പോൾ ആ നിഴൽ എന്തായിരുന്നു? ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഈ അനുഭവമാണ് നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ആ നിഴൽ ഉള്ളപ്പോൾ ഉള്ളതല്ലേ? ആ ഉള്ളപ്പോൾ ഉള്ളു. ഇതാണ് ഈ ലോകം. അപ്പൊ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. നമുക്കൊന്നും അറിയാൻ വയ്യാന്ന് സമ്മതിച്ചാൽ, നമുക്കറിയാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാൻ പറ്റും. എല്ലാം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സിമ്പിൾ. ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് ഒരു പൊട്ടനായിട്ട് മാറുന്നത്. ഞാനും നിങ്ങളും എല്ലാം. ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. എന്താ കാണുന്നതെന്നറിയാവോ? നിങ്ങളിപ്പോൾ കാണുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളിപ്പോൾ കാണുന്നത് എന്താണെന്നറിയാമല്ലോ. നിങ്ങളിപ്പോൾ കാണുന്നത് എന്താണെന്നറിയാം? സിമ്പിളായിട്ട് പറയാം. ഇരിക്കുന്നു, എൻ്റെ രൂപം കാണുന്നു, ഇതൊക്കെ കാണുന്നു, അലമാരി കാണുന്നു, ഒരു കാണുന്നു. നിങ്ങൾ കേൾക്കുന്നത് എന്താണെന്നറിയാമല്ലോ. ഞാൻ പറയുന്ന കേൾക്കുന്നത്. നിങ്ങൾ ടച്ച് എന്തൊക്കെയാണെന്നറിയാമോ? സ്പർശം, ശ്വാസം, മണം അറിയാമല്ലോ. അറിയാം. നിങ്ങൾക്ക് എന്തോ അറിയാത്തത്? ചിന്തിക്കരുത്. ആ, നിങ്ങൾക്ക് എന്തോ അറിയാത്തത്? അറിവില്ലാത്ത ഒരു പൂച്ചയെ പോലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം. എന്നാൽ അറിവില്ലാത്ത മനുഷ്യരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോഴാണ് അറിവില്ലാതാവും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നമ്മൾ ചിന്തിക്കാതില്ല. ഇലക്ഷൻ എന്താണ് നമ്മൾ സിമ്പിളെന്ന് പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കാതെ പറഞ്ഞിട്ട് വിഘടനവാദവും പ്രതിക്രിയാവാദവും ഒന്നും ഇല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കാതിരിക്കുമ്പോൾ ഈ ഉത്തരവുണ്ടല്ലോ, ഏത് ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവും. അതിന് ഒരു ഉത്തരമൊക്കെ ഉണ്ടാവുള്ളൂ, ഒരുപാട് ഉത്തരം ഉണ്ടാവും. അതാ കുഴപ്പം. നമ്മൾ ആ ഉത്തരം തന്നെ പറയാൻ വേണ്ടിയില്ല. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ചിന്തിക്കാതെ പറഞ്ഞാൽ ശരിയായ ഉത്തരം കൊടുക്കണം. ശരിക്കും അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. മറ്റൊരാളെ യോജിപ്പിക്കുന്നേ ഉള്ളൂ അറിവ്. ഉത്തരമായിട്ട് പറഞ്ഞാലും അത് വേറൊരു ചോദ്യത്തിലേക്ക് നയിക്കത്തില്ല. കാരണം അത് മറ്റൊരാളുടെ അറിവാണ്. ഇത് നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറഞ്ഞു. മനസ്സിലായി. പക്ഷേ അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഇത് എങ്ങനെ ഓരോ ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് നയിക്കും. പക്ഷേ അതൊരു ആൻസർ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സ് വരുമ്പോൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. സൈലൻ്റ് ആവും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സൈലൻ്റ് ആവും. അപ്പോൾ നമ്മൾ അനുഭവങ്ങളിലൂടെ ആണ് വളരേണ്ടത്. ശരിക്കുമുള്ള അറിവ് അനുഭവത്തിൽ കൂടെയാണ് ഉണ്ടാവുന്നത്. ബാക്കിയൊക്കെ വിജ്ഞാനമാണ്, ജ്ഞാനമല്ല. ജ്ഞാനമാണ് ഒരാൾക്ക് വേണ്ടത്, അനുഭവജ്ഞാനം എന്നൊക്കെ പറയത്തില്ലേ. പുസ്തകം വായിച്ചിങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പം പ്രായോഗികമായിട്ട് അതാ ഞാൻ പറഞ്ഞേ, ശരിക്കും തന്ത്രം തുടങ്ങുന്ന അവിടെ നിന്നാണ്. നിങ്ങളിപ്പോൾ എന്തോ ടച്ച് ചെയ്യുന്നത്, എന്തോ കാണുന്നത്, എന്തോ കേൾക്കുന്നത്, അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തേ. ഒരു നല്ല മണം, കുറച്ചുകൂടെ നല്ലൊരു മണം, അപ്പോൾ ശ്വാസം കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ്, നല്ല കാഴ്ച, വിഗ്രഹമൊക്കെ വെച്ച് നല്ല ടച്ച്, ചന്ദനവും പുഷ്പവും ധൂപവും, അപ്പോൾ മണം, ധൂപവും ദീപവും ഒക്കെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തേ എന്ന് പറയും. അത് സെക്കൻഡ് ലെവലിലെ പൂജയാണ്. അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൂജ മെഡിറ്റേഷൻ, പ്രത്യേക ധ്യാനം എന്ന് പറയും. ധ്യാനങ്ങൾ വെച്ചേക്കുന്നതിനാണ് നമ്മൾ മറ്റേ സ്കിപ്പ് ചെയ്യും. അപ്പോൾ ചിന്തകൾ സ്റ്റോപ്പാവും. ചിന്തകൾ പാസ്റ്റ് ഓഫ് ഫ്യൂച്ചറുമാണ്. ചിന്തകളിൽ രക്ഷപ്പെടാൻ ഇന്ദ്രിയങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്താൽ മതി എന്നാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. അതാണ് ഋഷിമാരുടെ, പ്രത്യേകിച്ച് താന്ത്രികരുടെ. ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ചിന്തിക്കല്ലെന്ന് ചിന്തിക്കുമ്പോൾ ഇരട്ടി ചിന്ത വരും. പേടിക്കല്ല കേട്ടോ, ഒരു കാര്യം പറയാൻ പോകും. അയ്യോ എന്തോ പേടിയായി. മുഖത്ത് നമുക്കൊരു കാര്യം പറയുമ്പോൾ ഒന്നും തോന്നരുത്. അപ്പോഴേ തോന്നി. ഓപ്പോസിറ്റാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നത്. മൈൻഡിനോട് മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല.
നിങ്ങളൊന്ന് ശ്വാസം ശ്രദ്ധിച്ച് മൈൻഡ് സ്റ്റോപ്പായി, ചിന്തകൾ സ്റ്റോപ്പായി, ടച്ച് ശ്രദ്ധിച്ച് സ്മെല്ല്, സൗണ്ട്, കാഴ്ച, കേൾവി ആക്റ്റീവാക്കി. മണിയുടെ ധൂപം, ദീപം, കാഴ്ച, കേൾവി, തോട്ട് പ്രോസസ് സ്റ്റോപ്പായി. പ്രസൻറ്റിൽ നിൽക്കാൻ വേണ്ടി പറ്റും. യഥാർത്ഥ ധ്യാനം, യോഗ ചിത്തവൃത്തിൻ്റെ ഉടൻ പതഞ്ജലി പറയുന്ന അഷ്ടാംഗയോഗ എൻ്റെ എല്ലാം ബേസ് ധ്യാനം സംഭവിക്കുകയാണ്. അത് മാജിക്കലാണ്. ഈ പ്രായോഗികതയാണ് ഒന്നാമത് പഠിക്കുന്നത്. അതുപോലും പഠിക്കാതാണ് ഇവിടെ പല ക്ലാസ്സുകൾ നടക്കുന്നത്. അവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം ഒന്നുമല്ലാതായി പോകുന്നത്. ആളുകൾ ചുമ്മാ മന്ത്രം പഠിക്കുന്നു, പൂജ പഠിക്കുന്നു, അത് പഠിക്കുന്നു, സങ്കല്പങ്ങൾ പഠിക്കുന്നു, യാഥാർത്ഥ്യങ്ങൾ പഠിക്കുന്നില്ല. ഈ യാഥാർത്ഥ്യം ഒരാൾ പൂജ ചെയ്യണമെങ്കിൽ അയാൾ ആദ്യം ഈ മെഡിറ്റേഷൻ ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ പൂജ കൂടുതൽ റിസൾട്ട് കിട്ടും. കിടക്കുന്ന സംഭവം മനസ്സിലായി. ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് വേണം പൂജ ചെയ്യാൻ. അപ്പോൾ അതൊരു വർക്കാവും. അതായത് ഈ പ്രാക്ടിക്കൽ ഒരു സൈഡിൽ പൂച്ച അടച്ച കഥ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട്, ഒരു വീട്ടിലൊരു സന്യാസി ഒരു ഗുരുവിൻ്റെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ശ്രാദ്ധത്തിന് വേണ്ടി ഈ പൂച്ച കെട്ടിയിട്ടിട്ടാണ് ഫുഡ് തർപ്പണം അല്ലെങ്കിൽ ഇത് പിണ്ടമൊക്കെ എടുത്ത് വെക്കുന്നത്. കാരണം ഈ ശ്രാദ്ധത്തിന് പിണ്ടം ഉരുട്ടി വെക്കുമ്പോൾ പൂച്ച ഒന്ന് തിന്നും. അതിനെ കെട്ടിയിട്ടു. കുറേ നാളിങ്ങനെ കെട്ടിയിട്ട് ഈ ഗുരു മരിച്ചു. അതിപ്പോൾ ഇതൊരു പതിവായി. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഈ പൂച്ചയും മരിച്ചു. അപ്പോൾ ഇവർ ശ്രാദ്ധം അടുത്ത ആഴ്ച ശ്രാദ്ധം നടത്തുന്ന പൂച്ചയില്ല. എന്ത് ചെയ്യും? ഇവർ കഷ്ടപ്പെട്ട് എങ്ങാണ്ടൊക്കെ ദൂരെ പോയി ഒരു പൂച്ചയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ശ്രാദ്ധം നടത്തിയെന്ന്. ഇങ്ങനെയാണ് നമ്മുടെ ഈ പൂജയും മന്ത്രവാദവും അല്ലെ പല സംഭവങ്ങളും ഒക്കെ നടക്കുന്നത്. അല്ലേ പിന്നെ അവനിട്ട് രണ്ട് ആഭിചാരം കൊടുക്കുക, പണി കൊടുക്കുക. അറിയാവുന്ന ചില ആളുകൾക്കുള്ള പ്രശ്നം ഇതാണ്. അവർക്കും ഈ ധ്യാനത്തിൻ്റെ സംഭവം ഒന്നും അറിയത്തില്ല. സുഷുമ്നാപാത്തി സമാധിയിലോട്ട് പോകുന്ന കഥയൊന്നും അവർക്കറിയാൻ. അവർക്ക് ആഭിചാരം കൊടുക്കുക, ആഭിചാരം മാറ്റുക, ഇതൊക്കെയാണ് അവർക്കറിയാം. ഇടമെങ്ങളാപാത്തിൻ്റെ പരിപാടികളാണ്. സുഷുമ്നയെ കൂടെ ധ്യാനം സമാധി ഒന്നും അവർക്കറിയത്തില്ല. ഞാൻ പറയുന്നതിനകത്തെ കുഴപ്പം മനസ്സിലായോ? അവർക്കത് വേണ്ട. പക്ഷെ ശാശ്വതമായ പരിഹാരങ്ങളും ശാശ്വതമായ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു അന്തസത്ത മനസ്സിലാക്കുന്ന, പ്രാണനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൃത്യമായ ഗൈഡ് ചെയ്ത് സമാധിയിലോട്ട് എത്തിക്കുന്ന ഒരു പ്രോസസ്സിലാണ്. എല്ലാവരും സമാധിയാവാനാണ് ജനിച്ചിട്ടുള്ളത് മനുഷ്യൻ. പക്ഷെ ആരും അങ്ങനെ വളരെ കുറച്ച് പേരെ എത്തുന്നുള്ളൂ. അതിൻ്റെ എണ്ണം കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത്. സമാധി മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്നതല്ലത്. ഒരു പഴയ നമുക്ക് ആ കണക്ഷനെ വന്ന് സമാധി വന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ മരിക്കത്തില്ല. കൂടുതൽ നമ്പർ ഓഫ് ആളുകളെ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാ സയൻസിനെയൊക്കെ ഉപയോഗിക്കുന്നു. അത്ര അത് ഈ കുണ്ടലിനി സുഷുമ്നെ കൂടെ വന്ന് സഹസ്രാത്രത്തോട് വരുന്നതിനായി സമാധിയാവുകയെന്ന് പറയുന്നത്. പാലാഴി മധുരത്തിൻ്റെ കാര്യം പറഞ്ഞു. ആ നമ്പർ ഓഫ് ആളുകളെ അവരിലോട്ട് കൂടുതൽ ആൾക്കാരെ എത്തിക്കുക. അതിനാണ് നമ്മൾ കുണ്ടലിനി ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഫ്യൂച്ചറിൽ ഈ സാധനം റിസർച്ച് ഇതും എല്ലാം കൂടെ ചെയ്ത് അത് കറക്റ്റ് ചെയ്തെടുക്കണം. കാരണം ഇത് ലോകം മുഴുവനുള്ള പ്രതിഭാസം ആളുകൾക്ക് അറിയുന്നില്ല. മനുഷ്യൻ വേറൊരു ലെവലിലാണ് റിസർച്ച് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഡയറക്ഷനിലേക്ക് നോക്കുന്നില്ല. അവൻ ഏലിയൻ ഉണ്ടോ എന്നാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ പക്ഷേ അവൻ്റെ ഇടയിലുള്ള സൂക്ഷ്മ ലോകത്തെക്കുറിച്ച് അവൻ പഠിക്കുന്നില്ലല്ലോ, അല്ലേ? അത് പഠിക്കുക. അവിടെ മറ്റേ ആൻഡ്രോമേഡിയ ഗാലക്സിക്ക് അപ്പുറത്ത് ഏതെങ്കിലും ഗാലക്സിയിൽ മിൽക്കി വേ കഴിഞ്ഞിട്ടുള്ള ആ ഗാലക്സിയിൽ എവിടെയെങ്കിലും ഇതുണ്ടോ? 1000 കോടി പ്രകാശ വർഷം അകലേക്ക് വോയേജറിനെ അയക്കുന്നു. എന്നിട്ട് അവിടെ വല്ലതും ഉണ്ടോ എന്ന് തിരക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ ആൾക്കാരെ ചത്തുവെക്കൊണ്ടിരിക്കുക, വാത പിടിച്ച് കുണ്ടലിനൊക്കെ ഓവറായി പൈപ്പോളറൊക്കെ അടിച്ച് മരിച്ചോണ്ടിരിക്കുക. അതിലൊന്നും ആളുകൾക്ക് ഒരു റിസർച്ച് ചെയ്യല്ല. അവിടെ വോയേജർ വിട്ടിട്ട് അവിടെ വല്ല എന്നിട്ട് അവനെ വിളിച്ചു വരുത്തണം. അല്ല, എന്നിട്ട് അവനെ കൊണ്ട് നമ്മളെ അടിമയാക്കി. എവിടെ ആയാലും ശക്തി കൂടുതലുള്ളവൻ ശക്തി കുറഞ്ഞവനെ അടിച്ചമർത്തും. പ്രപഞ്ച നിയമമാണ്. അവൻ ശക്തി ഉള്ളവനായിരിക്കുമല്ലോ അവിടുന്ന് വറക്കും തള്ളി ഇവിടെ വരാൻ പറ്റുന്നവൻ. അവൻ എന്തായാലും നമ്മളെ അടക്കി വരിക്കത്തില്ലേ ഇവിടെ വന്നു കഴിയുമ്പോൾ? അത് നമ്മളെ സ്നേഹിച്ച് ഉമ്മ വെക്കുമോ? ഇല്ല. ഇതൊക്കെ അബദ്ധമാണ്. ഈ കാണിക്കുന്ന മൊത്തം അബദ്ധമാണ്. പണം ബോധമില്ലാത്തുള്ള റിസർച്ചായി പൊക്കോണ്ടിരിക്കും. ശിവബോധത്തിലാണ് ശക്തി ആക്കുക. അത് സംഭവിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, നമ്മൾ ചത്തു പോകുമല്ലോ. അതാ ഒരു ആശ്വാസം. എന്നാൽ ഒരുപാട് കാണുന്നുണ്ടല്ലോ. കുറച്ചാൾ കണ്ടാൽ മതിയല്ലോ ഈ പേക്കൂത്തെല്ലാം. മനുഷ്യൻ മരിക്കുന്നു, വായ്പോളാറെ പിടിച്ച് വാദം പിടിച്ച്.
പാവപ്പെട്ടവരൊക്കെ കിടന്ന് സഫർ ചെയ്യുന്ന കാണണം. ക്യാൻസറും അതും ഇതും എല്ലാം വന്ന് മൊത്തം ബാധയാന്ന് പറഞ്ഞ് നമുക്ക് വട്ടാന്ന് പറയും. നമുക്കിത് പരസ്യമായിട്ട് പറയാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇരിക്കുന്നത്. എവിഡൻസ് ഉണ്ടെങ്കിൽ പോലും 100 എവിഡൻസ്, എത്ര എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊക്കെ പുറത്ത് പറയാൻ പോലും പറ്റത്തില്ല. നമ്മൾ വട്ടണം. ആ അങ്ങനെ അത് ചെയ്യാതെ വന്നപ്പോഴത്തേക്ക് കൊന്നതാ. എങ്ങനെ ശ്വാസം മുട്ടിച്ചാ കൊന്നത്. ആരാ കൊന്നത് അതറിയത്തില്ല. അത് ഓർക്കുന്നില്ല. ശ്വാസം മുട്ടിച്ചാ കൊന്നത്. അവര് വേണ്ടാത്ത കാര്യം കൊടുത്തേച്ച് പറയും, ഇന്ന ആൾക്ക് പോയി ഇന്നത് ചെയ്യണം, ഇന്നതാ ഉദ്ദേശം എന്നും കൂടെ പറഞ്ഞു വിടും. ആ ഉദ്ദേശം നടത്തി വരണം. ഇതിങ്ങനെ ഇവരെന്തെങ്കിലും ചെറിയൊരു കൈക്കൂലി പോലെ ഇങ്ങനെ തരുന്നതാ. അത് തന്നിച്ച് അവര് പറയുന്ന ഏൽപ്പിക്കുന്ന കാര്യങ്ങള് പോയി ചെയ്തിച്ച് വരണം. വരണ്ട, അവരുടെ കൂടെ കൂടിയിട്ട് ഇങ്ങനെ അവരെ നശിപ്പിക്കുക. അത് കഴിയുമ്പോൾ തിരിച്ചു ചെല്ലുക. പിന്നെ തിരിച്ചു ചെല്ലണമെന്നൊന്നും ഇല്ലല്ലോ. അത് ശരിയാ. അവർക്ക് അവർ ഉദ്ദേശിച്ച കാര്യം നടന്നാൽ പോരെ. നടന്നാൽ മതി. അത് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് സ്വേച്ഛയില്ലല്ലോ, സ്വന്തം ഇച്ഛ പറ്റത്തില്ലല്ലോ, ശരീരം പോയതുകൊണ്ട് മരിച്ച ശേഷം അല്ലേ? പറ്റിയല്ല. നിങ്ങൾക്ക് ഇങ്ങനെ വിട്ടാൽ അങ്ങനെ പോകാനേ ചെയ്യാനേ പറ്റും. അല്ലാതെ ആത്മാക്കൾ ആരും ദ്രോഹിക്കുകയല്ല. അതിപ്പോ എങ്ങനെ മരിച്ചതാണെങ്കിലും അവര് മനഃപൂർവ്വം ആരും ദ്രോഹിക്കത്തില്ല. പറഞ്ഞു വിടുമ്പോ അവരെ പറഞ്ഞു വിടും, ഇന്ന കാര്യം ചെയ്തിട്ട് വന്ന്. അപ്പൊ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയല്ലേ. അപ്പൊ അവരും അവർക്ക് ഒരു ആരുടെങ്കിലും കൂടെ കൂടി അവർക്ക് അതൊരു ആശ്വാസം. അത്രേ ഉള്ളൂ. അല്ലാതെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ ആരും ഉപദ്രവിക്കില്ല. അവരറിഞ്ഞുകൊണ്ട് ആരും ഉപദ്രവിക്കില്ല. പക്ഷെ ഈ ശരീരത്തിൽ വന്ന് ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ. ഉണ്ട്, അതുണ്ട്. അതെന്തൊക്കെയോ ആൾക്കാർ ഇങ്ങനെ ചെയ്യും. ഉണ്ടല്ലോ, അവള് 19 വർഷം വയറുവേദന എടുത്ത്. 19 വർഷം വയറുവേദനയായിരുന്നു. അതുപോലെ അവർക്കുണ്ടല്ലോ നല്ലതായിട്ട് ഡ്രസ് ചെയ്ത് എങ്ങോട്ട് ഇറങ്ങാനൊക്കത്തില്ല, തലവേദന. പിന്നെ അവർക്ക് ഇങ്ങനെ അലർജിയുടെ ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടല്, പിന്നെ കൈക്കും കാലിനെല്ലാം വേദന, വേരിക്കോസ് വെയിന്റ്, നടുവേദന അവർക്ക് ഇല്ലാത്ത. അതെല്ലാം നമ്മൾ കൊടുക്കുന്നതാണോ? അതെ അതെ അതെ. അത് എങ്ങനെ കൊടുക്കുന്നത്? അതിങ്ങനെ ഞരമ്പിനകത്തോട്ട് അങ്ങ് കയറും. കയറി കഴിയുമ്പോൾ കാലിന്റെ ഞരമ്പെല്ലാം കൂടെ അങ്ങോട്ട് പിടയ്ക്കും. അതുപോലെ യൂട്രസിനകത്തോട്ട് കയറിയിട്ട് ഇങ്ങനെ അങ്ങ് തിരിക്കും. എന്നിട്ട് നോക്കി കഴിയുമ്പം യൂട്രസ് കമന്ന് കിടക്കും. യൂട്രസിന് പ്രോബ്ലമാ. യൂട്രസിന് പ്രശ്നം വന്നിട്ട് സ്കാൻ ചെയ്യും, കൊണ്ടുപോയി സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നോക്കും വേറെ കുഴപ്പമൊന്നും കാണത്തില്ല, പൊസിഷൻ മാറി കിടക്കുക. എന്നിട്ട് പറയും ബാലൻസ് തെറ്റിയതാണ്. അതിന് മരുന്ന് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ വേദനയ്ക്കുള്ള മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. ഓപ്പറേഷൻ പറ്റാതെ വരും. അപ്പൊ ആ നീര് വരുത്തിക്കുന്ന എങ്ങനെ? നീര് വരുത്തിക്കുന്ന ഉള്ളിൽ കയറും. ഉള്ളിൽ കയറിയിട്ട് ബ്ലഡിനകത്തോട്ട് ഇതായിട്ട് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ വരുത്തും. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു വിഷാംശം പോലെ എന്തെങ്കിലും അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അത് പുറത്തേക്ക് വന്ന് നീര് പോലെ നമ്മള് നോക്കിയാൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഡോക്ടർ നോക്കിയ അസുഖമൊന്നുമില്ല. അങ്ങനെയാ സംഭവിക്കുന്നത് അല്ലേ? അപ്പൊ ഈ ശരിക്കും മനുഷ്യരുടെ ഉള്ളിൽ മാത്രമല്ല മൃഗങ്ങളുടെ ഉള്ളിലും കയറാനൊക്കെ പറ്റും അല്ലേ? മൃഗങ്ങളുടെ ഉള്ളിലും ഉണ്ട്, ഇത്ര വീട്ടിലുള്ള മൃഗത്തിന്റെ ഉള്ളിലും ഉണ്ട്. ചേച്ചി കയറുമോ? കയറുമല്ലേ? ഉണ്ട്. അത് ശ്രദ്ധിച്ചോളാൻ പറ. അതിങ്ങനെ ഉറക്കത്തിൽ കിടന്ന് ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇവർക്ക് വരേണ്ടതും കൂടെ അങ്ങോട്ട് പോകും. അത് സ്വീകരിക്കും. അതെങ്ങനെ? അതിങ്ങനെ ഇവരൊന്നും പറഞ്ഞ് ചത്ത് കിടക്കുന്നതാണ്. അതും ഇവരോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അതിനെയും ബാധിക്കും. അങ്ങനെയാണ് അതിനിപ്പോ ആ മുഴയൊക്കെ വന്നിട്ടില്ലേ, ട്യൂമർ പോലെ 2 സൈഡിലും. എന്നിട്ട് അത് നമ്മൾ കൊടുക്കുന്നതാണ്. അതെ. അതുപോലെ ഇവരുടെ രണ്ടാമത്തെ മോനുണ്ടല്ലോ, മോന് ഫിക്സ് പോലെ ഇങ്ങനെ വരും. ചുമ്മാ ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കാലും കൈയൊക്കെ. നമ്മളാണോ കൊടുക്കുന്നത്? അതെ അതെ അതെ. ട്യൂമർ കൊടുത്താലേ തലയിൽ ട്യൂമർ കൊടുത്തത് ഞാൻ തന്നെ. ഇവര് രക്ഷപ്പെടില്ലല്ലോ. മോൻ കാനഡയ്ക്ക് പോയിട്ട് അവൻ രക്ഷപ്പെട്ടു പോവുകയല്ലേ. നോർമലായിട്ട് വരും. ഇവരങ്ങനെ രക്ഷപ്പെടരുത്. ഇവര് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവരൊന്നും ഇല്ലാണ്ടായാലേ എനിക്ക് ആ വീട് തിരിച്ചെടുക്കാൻ പറ്റൂ. എന്നിട്ട് വേണം. അതുകൊണ്ട് എന്താ പറയുന്നത്, മൗനം വിദ്വാന് ഭൂഷണം. എനിക്ക് എൻ്റെ ഫാമിലി മനസ്സിലാക്കും. കാരണം ഞാൻ ഈ സാധനം കഴിയുമ്പോൾ അവർക്ക് അമ്പലത്തിൽ പോയി ഒരു ശീലമില്ല. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ അമ്പലത്തിൽ ഇറങ്ങുമെന്ന് പറയുമ്പോൾ അതൊക്കെ ജനിച്ച് ജീവിച്ച് മരിച്ചു പൊക്കോട്ടെ. അത് നമ്മൾ മരിക്കും, കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് നല്ലതായിട്ട് മരിച്ചു പോകും, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ മരണം എന്നുള്ളതല്ല, മരിച്ചു കഴിയുമ്പോൾ നല്ല ലോകത്ത് നിൽക്കുക, അത്രേ ഉള്ളൂ. നന്നായിട്ട് വരട്ടെ ദൈവം. റിസർച്ചിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. പിന്നെന്താ?